എന്നിട്ട് ഇതിനകത്ത് പഞ്ചസാര എന്തൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? പുട്ടും ബൂസ്റ്റ് പഴം പപ്പടം. പുട്ടും ബൂസ്റ്റും പഴവും പപ്പടവും. ഇനി ഇന്നത്തെ കറിയൊന്നും വേണ്ടല്ലേ? ഓ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയുടെ വീട്ടിൽ എന്നിട്ടുള്ള വിശേഷങ്ങളാട്ടോ. ഇപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് കൊല്ലം എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ വിശേഷങ്ങൾ ഇതൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഇനിയും വീഡിയോസ് ഉണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു ദിവസം നമ്മുടെ വീഡിയോ ഒന്ന് മിസ്സായിപ്പോട്ടെ. ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ 6 മണിക്കാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇത് ഡിസംബർ 26-ാം തീയതി ഇടുന്ന രാവിലെയാണ്. ഞങ്ങൾ തലേ ദിവസം ഒരു മൂവിക്കൊക്കെ പോയിട്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങി ഒരു സമയമായിട്ടോ വീട്ടിനകത്തേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എണീക്കാനും കുറച്ച് ലേറ്റായി. നേരെ വന്ന് ഞങ്ങൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അമ്മയും സരത് കുഞ്ഞമ്മ നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ചിക്കൻ കറിയും ബീഫും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കറി മാത്രമേ എടുത്തുള്ളൂ, കാരണം എനിക്കത് മാത്രമാണ് ഇഷ്ടം. പുട്ടിൽ ബൂസ്റ്റ് ഇട്ട് കഴിക്കുന്ന ഒരു ജീവി, ഒരേ ഒരു ജീവി. എന്നിട്ട് ഇതിനകത്ത് പഞ്ചസാര എന്തൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? പുട്ടും ബൂസ്റ്റ് പഴം പപ്പടം. പുട്ടും ബൂസ്റ്റും പഴവും പപ്പടവും. ഇനി ഇന്നത്തെ കറിയൊന്നും വേണ്ടല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും നോക്കുക. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നോൺ വെജിനാട്ടോ ഭയങ്കര പ്രാധാന്യം. അതായത് ഒരുപാട് നോൺ വെജ് ഉണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്മസ് ഡേയിലെ വീഡിയോ കണ്ടു വെക്കുക. അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അങ്ങനെ രാവിലെ ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉച്ചയാവാറായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുട്ടും അതുപോലെ തന്നെ ബീഫ് കറി, അതുപോലെ തന്നെ പോർക്ക്, താറാവ് കറിയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞല്ലോ ഈ നോൺ വെജ് ഒക്കെ പിറ്റേ ദിവസമാണ് ഒരു ടേസ്റ്റ് ആവുന്നത്. അത് മസാലയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് അടുത്ത ദിവസം ഒരു പ്രത്യേക ടേസ്റ്റാണ്. തലേ ദിവസം ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ആയിട്ടോ ഞങ്ങൾ കിടന്നുറങ്ങിയത്. രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണമെന്നൊക്കെ, പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങളുടെ ഉറക്കമൊക്കെ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആവും. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഇനി ആരോമലൊക്കെ എണീറ്റ് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഓരോ വഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. ഇവിടെ ഒരു കാറ് ഓടിക്കാൻ പോണ്. ഇവിടെ ഒരാൾ വണ്ടി പിടിക്കുന്നുണ്ട്. അവളുടെ കാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരോമലോളെ പഠിപ്പിക്കാൻ കൊണ്ടുപോകണം. എനിക്ക് വരാം ശ്രീകുട്ടി. ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ശ്രുതിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഫ്ലൈറ്റൊക്കെ താന്നിങ്ങനെ പോകണം കാണാം. ശ്രീകുട്ടിക്ക് ഇത് ഫസ്റ്റ് ടൈം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് ശീലമായിക്കോളും എന്ന്. പിന്നെ അതിനേശം ആരംഭിൽ എണീറ്റ് വന്നു. ശ്രീകുട്ടിയും പാറും കൂടി ഒരു സൈഡിലേക്ക് സൈക്കിളും ചവിട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ 3 പേരും കൂടി ശ്രുതിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഞാനല്ല, ആരോമിൽ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എനിക്കുണ്ട് ശ്രുതിക്കുണ്ട്. പക്ഷേ ഇന്നേ വരെ അത് റോട്ടിൽ ഇറക്കി ഓടിക്കാൻ മാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം എപ്പോൾ ശ്രുതി ഇവിടെ വന്നാൽ ആരംഭിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. പക്ഷേ ഞങ്ങളുടെ കാര്യം എന്താണ്, അത് പിന്നീട് അതങ്ങോട്ട് പ്രാക്ടീസ് ആക്കത്തില്ല. ഒന്നങ്ങോട്ട് ഓടിക്കും, പിന്നെ വണ്ടി തൊടാനേ പോകത്തില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ 2 പേരുടെയും കാര്യം. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞു ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി. ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇനി അടുത്ത വഴിക്ക് പോവുകയാണ്. സൈക്കിൾ കെട്ടാൻ പോയതിന് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ ഹരിയും ശ്രുതിയും ഞാനും ഉണ്ണിക്കുട്ടനും എല്ലാവരും കൂടി ഞങ്ങളിപ്പോൾ വേറൊരു വഴിക്ക് പോവാണ് കേട്ടോ. ഇവിടെ ശ്രുതിയുടെ പഴയ വീട് പൊളിച്ചു. മാഞ്ഞാലി ഞങ്ങളെല്ലാവരും കൂടി ഉച്ച സമയത്ത് എങ്ങോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളിന്ന് ഞങ്ങളുടെ ലഞ്ച് മേടിക്കാനായിട്ട് വന്നതാട്ടോ. മാഞ്ഞാലി ബിരിയാണി മേടിക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ശ്രുതിയുടെ വീട് മുമ്പ് നിന്ന ഭാഗം കേട്ടോ. അതായത് ഈ മാഞ്ഞാലി ബിരിയാണിയുടെ കടയുടെ തൊട്ടുപുറത്താണ് നമ്മുടെ ശ്രുതിയുടെ പഴയ വീട്. ആ വീടൊന്നും ഇപ്പം നിലവിലില്ല, കാരണം ആ വീടൊക്കെ പൊളിച്ച് കളഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വേറെ വീട്ടിലാണ് നമ്മുടെ ശ്രുതിയൊക്കെ താമസിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ സത്യം പറഞ്ഞു എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഈ എറണാകുളത്ത് പോകണമെന്ന് പറയുമ്പോൾ എനിക്ക് ശ്രുതിയുടെ വീടായിട്ട് ഓർമ്മ വരുന്നത്. കുഞ്ഞിലെ മുതലേ അതായത് ഈ കടയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതിയുടെ വീട്. ഈ കട നിൽക്കുന്നത് നമുക്ക് ശ്രുതിക്ക് പണ്ട് കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കട ഈ മാഞ്ഞാലി ബിരിയാണിയുടെ ഈ കടയിലായിരുന്നു മുമ്പ് ആ കടയൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ഒരു പലചരക്ക് കടയായിരുന്നു കേട്ടോ. പിന്നെ അവരങ്ങോട്ടേക്ക് മാറിയതിന് ശേഷമാണ് പിന്നെ അതൊരു ബിരിയാണി കടയാക്കി മാറ്റിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇവിടെ കൂടുതലും ഇങ്ങനെ വലിയ വലിയ ഓർഡറാണ് ആളുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ പാത്രമൊക്കെ കൊണ്ടുവന്ന് അവരാവശ്യത്തിന് ബിരിയാണിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടുള്ള ബിരിയാണിയൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് അവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകത്തൊന്ന് വീഡിയോസ് എടുത്ത് ഒരു കുഴപ്പമില്ല, നമുക്കൊന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കടയ്ക്കുള്ളിലേക്ക് പോയിട്ട് ബിരിയാണിയൊക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു വരാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഇവിടെ കറി, ഇവിടുത്തെ ചിക്കൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തിട്ട് എന്തോ ഒരു സ്പെഷ്യലായിട്ടോ ചിക്കൻ കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാൻ മുമ്പ് ശ്രുതിയുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ ശ്രുതിയുടെ വീട് നിന്നടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന ഗേറ്റ് ഇല്ല, അതായത് ഞാനിപ്പോൾ ഗേറ്റ് കാണിച്ചു തന്നില്ലേ, ആ ഗേറ്റൊക്കെ അവളുടെ വീട്ടിൻ്റെ, അതായത് പഴയ വീടിൻ്റെ ഗേറ്റാണ്. ഗേറ്റ് അവിടെ ഇപ്പോഴും ഉണ്ട്, ആ ഒരു വസ്തു മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാവേ. വീട് നിന്നൊരു സ്ഥലം ഇതാണ്, അതായത് ഈ നിൽക്കുന്ന ഭാഗം കൊണ്ട്, ഈ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗത്താണ് മുമ്പ് വീട് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു പുതിയൊരു പട്ടിക്കുട്ടനൊക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ശരിക്കും അവർ ഒരുപാട് ചെടിയൊക്കെ അന്ന് കാലത്ത്, അതായത് അന്ന് ഉണ്ടായിരുന്ന സമയത്ത് നട്ടിട്ടുണ്ട്. പിന്നെ ആ ചേറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കിണറാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഒരു വീട്. ശരിക്കും അത് കണ്ടാൽ പറയും ഒരു വീട് നിന്നതാണെന്ന്. അതായത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ കട വന്നിരിക്കുന്നത്. മുമ്പ് ശ്രുതിയുടെ ഈ ഒരു കടയെന്ന് പറയുന്നത് പലചരക്ക് കടയായിരുന്നു, അവരുടെ തന്നെ പലചരക്ക് കടയായിരുന്നു. അതാണ് ഇപ്പോൾ മാഞ്ഞാലി ബിരിയാണി കടയാക്കി മാറ്റിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം, കാരണം എനിക്ക് ഈ വീട്ടിൽ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്, എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണിത്. അതായത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് മുമ്പൊക്കെ എറണാകുളത്ത് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ശ്രുതിയുടെ വീട്. അതായത് എറണാകുളം എന്ന് കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ശ്രുതിയുടെ വീട് ഓർമ്മ വരുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പഴയ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല മിസ്സിങ് ആണ് കേട്ടോ. അതായത് അന്നൊക്കെ ശ്രുതി വീട് മാറുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ നല്ല രസമായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രദേശം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വല്ലപ്പോഴും പോകുന്നതുകൊണ്ടായിരിക്കും എനിക്ക്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ചൊക്കെ ഇടയ്ക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോഴെന്തായാലും ഞങ്ങൾ ബിരിയാണിയൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ലാസ്യം ബില്ലയൊക്കെ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കുറേ ദിവസം നമുക്ക് എറണാകുളത്ത് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതായത് ഇന്ന് ഡിസംബർ 26-ാം തീയതിയാണ്. ഇന്ന് തന്നെ നമ്മൾ കൊല്ലത്തേക്ക് റിട്ടേൺ ആവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. 2 ദിവസം നമ്മളിവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഓർമ്മകളായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി അടുത്തടുത്ത വീഡിയോസ്, അതായത് നമ്മൾ ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകണതും ഒക്കെ അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. കൂടാതെ ഷോർട്ട് വീഡിയോസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേഗം വന്നേക്കാം. അതൊരിക്കും ബൈ.